ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ നമുക്കിന്ന് വീട്ടിലിരിക്കേണ്ട എങ്ങോട്ടേലും പോകാം എന്ന് പറഞ്ഞുള്ള പോക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ആ പോണ പോക്ക്. അപ്പോൾ ഇതേ നോക്കി മാച്ചിങ് ഷൂസൊക്കെ ഇട്ട് നടന്ന് ഇത് പിറകെ ഞങ്ങളുടെ ഒപ്പം വേറെ ആളുകളുമുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന പോക്കാണ് കേട്ടോ അത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴുണ്ടല്ലോ ഇതേ നോക്കി ദീദിക്കൊരു നാണം. അപ്പോൾ ദേ എൻ്റെ കുഞ്ഞുമണി തമ്പുര് പറയുവാണേ, ദേ എൻ്റെ അടുത്തോ മിൻ്റെ മേ ഞാൻ നിൽക്കാട്ടോ വീഡിയോയിലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദേ ഞങ്ങൾക്ക് അങ്ങനെ ബസ് വന്നു. ബസ് കയറി അതിൻ്റെ ഇടയിലൂടെ അമ്മ ടിക്കറ്റ് നീ എടുത്തോ മിൻ്റെ കേട്ടോ എന്ന് പറഞ്ഞൊരു പറച്ചിൽ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് തിരിഞ്ഞിരുന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ദേ നമ്മുടെ സ്വന്തം തൊപ്പുംപടി പാലം. അങ്ങനെ തൊപ്പുംപടി കൂടിയൊക്കെ പോയി ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ആ സ്ഥലത്തെത്തി. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ബാഗൊക്കെ തൂക്കിയിട്ട് എങ്ങോട്ടുള്ള പോക്കാണാ പോകുന്നത്. അതെ, ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപ്പാണ് കേട്ടോ ആ നടക്കുന്നത്. ഞാനും എൻ്റെ തമ്പുരും മോളും കൂടി ഞങ്ങളുടെ കയ്യിലൊന്നും പിടിക്കാൻ തരില്ലേ എന്ന് പറഞ്ഞുള്ളൊരു നടപ്പാണ് അത്. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ആ സ്ഥലത്തെത്തി. അതേ ഗൈസ്, ഇവിടെ ഈ തുണിക്കടയിലാണ് കേട്ടോ ഞങ്ങളിന്ന് വന്നത്. ഓഫർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ച് പൊളിച്ച് പോണ പോക്കാണ് കേട്ടോ ആ കാണുന്നത്. അങ്ങനെ ഇടിച്ച് പൊളിച്ച് എനിക്ക് എൻ്റെ ഡ്രസ്സ് എന്തെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഓടുവാണേ. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് കിട്ടി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത റേറ്റിലാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. വളരെ റേറ്റ് കുറവിലാട്ടോ ഞങ്ങൾക്കത് കിട്ടിയത്. അങ്ങനെ അവസാനം ഞങ്ങളിത് തമ്പുരുവിന് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകണ പോക്കാണ് കേട്ടോ ഇത്. അങ്ങനെ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഉണ്ടല്ലോ അതെ ആ എടുത്ത് കൈ പിടിച്ച ഡ്രസ്സ് ഉണ്ടോ അതിൻ്റെ വില നോക്കി അവിടെ തന്നെ ഞങ്ങൾ തിരിച്ച് വെച്ചു. നല്ല റേറ്റ് ഓവറുണ്ടെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. അവസാനം ദേ എന്തായാലും വീഡിയോ എടുക്കല്ലേ, കുറച്ച് അഭിനയിച്ചേക്കാമെന്നോർത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സും പിടിച്ച് അതും ഇതുമൊക്കെ നോക്കിയും പിടിച്ചുമൊക്കെ അങ്ങനെ നിന്നിട്ടോ. അവസാനം ദേ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തമ്പുരുവിന് കിട്ടിയേ, നല്ല ഓഫറിൽ തന്നെ കിട്ടി. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടി ദേ വിശക്കുന്നു എന്നും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ താഴെയാണ് ഞങ്ങൾ വെച്ചത്. അപ്പോൾ ആ താഴേന്ന് ഇത് രണ്ടുപേരും കൂടി പോയി അടിച്ച് കലക്കി പോന്നിട്ടുണ്ട്. നല്ല പോളിങ് ആണ് രണ്ടും കൂടി. അങ്ങനെ ചെറിയ തടയിട്ടതിൻ്റെ ക്ഷീണത്തിൽ ഇതേ ഒരു സെക്ഷനിൽ വന്ന് കുഞ്ഞിരുന്ന് അങ്ങോട്ട് ഉറങ്ങുവാണ്, നിന്നുറക്കം. അവസാനം ഞങ്ങളൊരു 5:30 മണിയായപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് കേട്ടോ, വൈകുന്നേരം 5:30 മണി. അങ്ങനെ ഞങ്ങളെല്ലാവരും പരസ്പരം മുഖത്തോട്ട് പോലും നോക്കേണ്ടത് നല്ല തട്ടാണ് കേട്ടോ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പോക്കാണേ. അങ്ങനെ യൂബർ നോക്കാൻ നിന്നപ്പോൾ ഓർത്തോ വേണ്ട, ബസ്സിന് തന്നെ ഞങ്ങൾ പോയേക്കാൻ ഓർത്ത് നേരെ ബസ് സ്റ്റോപ്പിലേക്കുള്ള വെച്ച് പിടിത്തതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണേ. ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവസാനം ഞങ്ങൾ നല്ല പാട്ടും DJ ലൈറ്റൊക്കെ ഇട്ടുള്ള ഒരു സൂപ്പർ ബസ്, നല്ല പാട്ടുകൾ, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ യാത്രയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് ഞാൻ രാവിലെ കാണിച്ച പാലം കേട്ടോ, തൊപ്പുംപടി പാലം നല്ല കറുത്ത് ഇരുണ്ട് മെഴുകിയിരിക്കുന്നുണ്ട്. നല്ല സൂപ്പർ മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സൂപ്പർ മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന പോക്കാണ് ഗൈസ് ഈ കാണുന്നത്. കയ്യിൽ കുറേ കിറ്റുമായിട്ട് നല്ലൊരു മഴയും കഴിഞ്ഞ് ആസ്വദിച്ച് ക്ഷീണിച്ച് പോണ പോക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.